കോഴിക്കോട് പേരാമ്പ്രയിൽ ശക്തമായ കാറ്റിൽ നാശനഷ്ടം. ബൈപ്പാസിൽ നിർത്തിയിട്ട കാറുകൾക്ക് മുകളിൽ മരം വീണു. KV രാഹുൽ കോഴിക്കോട് നിന്നും ചേരുന്നുണ്ട്. നാദാപുരത്ത് ശക്തമായ മഴ പെയ്യുകയാണ്. രാഹുൽ, ഏതൊക്കെ പ്രദേശങ്ങളിൽ മഴ ശക്തിപ്പെടുന്നുണ്ട്? എത്ര നേരമായി പെയ്യുന്നുണ്ട്? എന്തൊക്കെ നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്? പ്രജിഷ്, നാദാപുരത്ത് അതിശക്തമായ മഴയാണ്. ഒപ്പം തന്നെ പേരാമ്പ്രയിലാണ് ശക്തമായ മഴയും അതിനൊപ്പം വീശിയ അതിശക്തമായ കാറ്റിലും വലിയ രീതിയിലുള്ള നാശനഷ്ടം സംഭവിച്ചിട്ടുള്ളത്. 3:15 കനത്ത മഴ പേരാമ്പ്രയിൽ പെയ്തത്. ഇതിനൊപ്പം തന്നെയാണ് ശക്തമായ കാറ്റ്. ഏകദേശം ഒരു ചുഴലിക്കാറ്റിന് സമാനമായ രീതിയിലാണ് കാറ്റ് ആഞ്ഞു വീശിയത്. പേരാമ്പ്ര ബൈപ്പാസിലാണ് ഒരു തണൽ മരം കടപുഴകി വീണത്. റോഡരികിൽ 2 കാറുകൾ നിർത്തിയിട്ടുണ്ടായിരുന്നു. അവയ്ക്ക് മുകളിലേക്കാണ് ഈ മരം വീണത്. ഇതിൽ ഒരു കാറിൽ യാത്രക്കാരുണ്ടായിരുന്നു. അവർക്ക് പരിക്കേറ്റിട്ടില്ല എന്നത് വളരെ ആശ്വാസകരമായ കാര്യമാണ്. അത്ഭുതകരമായി അവർ രക്ഷപ്പെട്ടു എന്നുള്ളതാണ്. ഈ മരത്തിന്റെ ശിഖിരങ്ങൾ റോഡിൽ തട്ടി നിന്നതുകൊണ്ട് കാറുകൾക്ക് അങ്ങനെ വലിയ കേടുപാടുണ്ടായിട്ടില്ല. അതുകൊണ്ട് ഒരു കാറിലുണ്ടായിരുന്ന യാത്രക്കാരും രക്ഷപ്പെട്ടു എന്നതാണ്. ഒപ്പം പേരാമ്പ്ര ടൗണിൽ നിരവധി ഇടത്താണ് ബോർഡുകൾ കാറ്റത്ത് നിലത്തേക്ക് പറന്നും അതുപോലെ തന്നെ വീണിട്ടുള്ളത്. സമീപത്ത് തന്നെയും നിരവധി മരങ്ങൾ ഒടിഞ്ഞു വീഴുകയും അതുപോലെ കടപുഴകി വീഴുകയും ചെയ്തിട്ടുണ്ട്. കൃഷിനാശം, വാഴ ഉൾപ്പെടെ കാറ്റിൽ വീഴുകയും ചെയ്തിട്ടുണ്ട്. വലിയ രീതിയിലുള്ള കൃഷിനാശവും ഉണ്ടായിട്ടുണ്ട്. ഏകദേശം 15 മിനിറ്റ് സമയമാണ് ശക്തമായ മഴയും കാറ്റും പേരാമ്പ്ര മേഖലയിൽ വീശിയടിച്ചത്. ഇതിലാണ് ഇത്രയും നാശനഷ്ടം ഉണ്ടായിട്ടുള്ളത്. ഇനിയിപ്പോൾ നാദാപുരം മേഖലയിലേക്ക് വന്നു കഴിഞ്ഞാൽ 1 മണിക്കൂറിലധികമായി ശക്തമായ മഴ പെയ്യുകയാണ്. കാലവർഷമാണോ വേനൽ മഴയാണോ എന്ന് തിരിച്ചറിയാൻ കഴിയാത്ത വിധത്തിലുള്ള ശക്തമായ മഴയാണ് മേഖലയിൽ പെയ്യുന്നത്. കല്ലാച്ചി ടൗണിലാണ് വെള്ളക്കെട്ട് രൂപപ്പെട്ടിട്ടുള്ളത്. നിരവധി വ്യാപാര സ്ഥാപനങ്ങളിൽ, കടകളിൽ വെള്ളം കയറുകയും ചെയ്തിട്ടുണ്ട്. കൃത്യമായി ഒഴുകിപ്പോകാത്തതാണ് ആ പ്രശ്നത്തിന് അങ്ങനെ വെള്ളക്കെട്ട് രൂപപ്പെടാനും ഇരുചക്ര വാഹനങ്ങളടക്കം കടന്നു പോകാതെ വലിയ രീതിയിൽ ദുസ്സഹമായ ഒരു അവസ്ഥ കൂടിയാണ് അതിനുള്ളൊരു അവസ്ഥയ്ക്കും കാരണമായിട്ടുള്ളത്. ഇപ്പം കുറ്റ്യാടി മേഖലയിലും മഴയുണ്ട്. മറ്റിടങ്ങളിൽ നഗരത്തിലേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ മഴ പെയ്യുന്നില്ല, പക്ഷേ മൂടിക്കെട്ടി നിൽക്കുന്ന ഒരു അന്തരീക്ഷമാണ്. ഏതായാലും മഴ പെയ്ത സ്ഥലങ്ങളിൽ, കാറ്റ് വീശിയിടങ്ങളിൽ വലിയ രീതിയിലുള്ള നാശനഷ്ടമാണ് ഉണ്ടായിട്ടുള്ളത്. പ്രതീക്ഷ, ശരി, ഒരു പ്രതികരണം കൂടിയുണ്ട് നാശനഷ്ടവുമായി ബന്ധപ്പെട്ട്. ഇതിന്റെ മുമ്പും മഴക്കാലത്ത് എല്ലാ കാലങ്ങളിലും നമ്മൾ ഉയർത്തിക്കൊണ്ടുവരുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് ഈ വെള്ളക്കെട്ടുകൾ ഇങ്ങനെ നിൽക്കുന്നത്. ഇതിനെതിരെ ഈ ഭരണസമിതി യാതൊരു നടപടിയും സ്വീകരിക്കാണ്ട് ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി കഴിയും.